ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇലക്ടോറൽ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതായിട്ടുള്ള കുറച്ച് ആളുകളെ അതിൽ മെമ്പേഴ്സാക്കി അവർക്ക് വോട്ടധികാരം കൊടുത്തുകൊണ്ട് ഈ അട്രോസിറ്റീസ് നടക്കുന്നു. ഓക്കെ, യു ഡു ഇറ്റ്. ബട്ട് മൈ കൺസേൺ ഈസ് ദാറ്റ് സോ മെനി കോളേജസ് ഈ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആ സമുദായത്തിൽ എഴുതി വച്ചിരിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. NSS ഹിന്ദു കോളേജ് എന്നാണ്. അതിനകത്ത് വെറും നായന്മാർക്ക് മാത്രമുള്ളതല്ല, അത് ഹിന്ദുക്കൾക്കും കൂടി ഉള്ളതാണെന്നുള്ളത് ആ ബോർഡ് പോലും എഴുതി വെച്ചിട്ടില്ല. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഈ നായരെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാതെ നായരായാലും ശരി, SNDP ആണെങ്കിലും ശരി, ഇവരെല്ലാവരും നടത്തുന്ന അത് ആ സമുദായത്തിന് വേണ്ടി നമ്മൾ ഓരോന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അന്നത്തെ ആചാര്യൻ്റെ ആ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് NSS ഹിന്ദു കോളേജ് എന്ന്. അതിനകത്ത് എല്ലാ ഹിന്ദുക്കൾക്കും ഏത് ജാതിക്കാർക്കും പെർമിഷനുണ്ട്. പക്ഷെ അതിനെപ്പോലും നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇന്ന് നിങ്ങൾ ഓരോ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒറ്റപ്പാലത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ കോളേജിൽ വിസിറ്റ് ചെയ്യുകയുണ്ടായി. കാട് പിടിച്ച് കിടക്കുന്ന ഏക്കറോളം കിടക്കുന്ന സ്ഥലങ്ങൾ, ഇതിനെ ഒരു വിധത്തിലും ഒരു മെയിൻ്റനൻസും ചെയ്യുന്നില്ല. ശുചിത്വം എന്ന് പറയുന്ന 7 അയലത്തൂടെ പോയിട്ടില്ല. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്രയും ഫണ്ടുള്ള ഒരു സ്ഥാപനത്തിൽ ആ കുട്ടികൾക്ക് അന്തസ്സോടുകൂടി പറയാം ഞാൻ ഇന്ന NSS കോളേജിൽ പഠിക്കുന്നു എന്ന് പറയാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. എന്തിന് പെരുന്നയിൽ പോലും ഇവരുടെ ആസ്ഥാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോസ്പിറ്റൽ കാട് പിടിച്ച് കിടക്കുകയാണ്. സോ ഒരു വിധത്തിലും ഈ സമുദായത്തിൽ നിന്നുള്ള ജനസമുദായത്തിൽ ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഭരണമാണ് ഈ മുന്നോട്ട് പോകുന്നത്. അതിന് എന്തെങ്കിലും ഒരു അറുതി വരുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു പുതിയ ഒരു രൂപീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടനയെ തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ, തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം തന്നെ മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അദ്ദേഹം ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു ബദൽ വേണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇങ്ങനൊരു സംഘടനയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുക അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു വിധത്തിലുള്ള ഇൻട്രസ്റ്റ് ചെയ്തു ഒരു നായർ സമുദായത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംസാരം എന്നുള്ളത് മാത്രം. അതിന് വേണ്ടിയിട്ട് എന്നോട് വരാൻ പറഞ്ഞതുകൊണ്ടും ശരി, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്തിരിക്കും. അതിൻ്റെ ആദ്യം ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് ഇത് തുടങ്ങി വയ്ക്കുന്നത് ഇന്നും മന്നത്താചാര്യൻ്റെ ആ പ്രതിമയുടെ മുന്നിൽ പോയിട്ട് ഒരു പുഷ്പാർച്ചന നടത്തണമെങ്കിൽ പോലും പെർമിഷൻ വാങ്ങിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ശരി, പെർമിഷൻ എന്തുകൊണ്ട് ആർക്ക് കൊടുത്തില്ല അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. സുരേഷ് ഗോപി പോയപ്പോഴും അല്ലെങ്കിൽ പലരും പോയപ്പോൾ എന്തിനാ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പോലും വന്നപ്പം അദ്ദേഹം പെർമിഷൻ കൊടുത്തില്ല. പ്രധാനമന്ത്രി അവിടെ വന്നിറങ്ങിയ സമയത്ത് അവിടെ പോയിട്ട് പോലും ഒരു ബൊക്കെ കൊടുത്തില്ല. അപ്പം ഇങ്ങനെയുള്ളത് അത് ആരാണെങ്കിൽ ഏത് പാർട്ടി എന്നല്ല, പിന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയെ പോലും അവഹേളിച്ച് സംസാരിക്കത്തക്ക രീതിയിലുള്ള അഹംഭാവം കാണിച്ചതുകൊണ്ടാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ അവനെന്ന് പറഞ്ഞ് സംബോധന ചെയ്തിട്ടുണ്ട്. ഈ അഹങ്കാരങ്ങളൊന്നും അത് നായർ സമുദായത്തിന് യോജിച്ചതല്ല. ആ ചില ആഠ്യത്വങ്ങളും മഹിമകളും നിങ്ങൾ വെച്ചോളൂ, പക്ഷേ അഹംഭാവം നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. ഇതിനോടൊക്കെയാണ് ഞാൻ എതിർക്കുന്നതും ഇവരുടെ കൂടെ നിൽക്കാനും ഇവരുടെ മുന്നിൽ നിൽക്കാനും ഞാൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഈ മുന്നോട്ടുള്ള പോക്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. ഇത് ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടി. എത്രയോ കോളേജുകൾ ഇപ്പോൾ വിൽക്കപ്പെട്ടിരിക്കുക. IFAS കോളേജ് ഇപ്പോൾ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. ഇങ്ങനെ പലതും വിറ്റ് തള്ളുകയാണ്. ആരാണ് ഈ താഴത്ത് സൈൻ ചെയ്തിരിക്കുന്ന ഒറ്റ ആളാണ്. അതിനൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള സിഗ്നേച്ചറോ ഒന്നും കാണുന്നില്ല. ഈ കേസുകളിപ്പോൾ 190 പ്രാവശ്യം മാറ്റിവെച്ചിരിക്കുന്നു. അതെന്താണ് മാറ്റിവെക്കുന്നത്? എന്തുകൊണ്ടാണ്? NSSന് പ്രതികൂലമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള റിസൾട്ട് വരില്ലെന്ന് കാണുന്ന സമയത്താണ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ അതിന് വിധിക്ക് വേണ്ടി അല്ലെങ്കിൽ കേസിന് പോയിട്ട് അത് ആ ഡേറ്റ് വാങ്ങിക്കുന്നില്ല? അപ്പം തന്നെ അറിയാം അവർ ചെയ്തിരിക്കുന്നതെല്ലാം നിയമത്തിന് നിരക്കാത്തതാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയും ഈ സമുദായത്തിന് ന്യായം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിരിക്കും. ഐ എക്സ്പെക്ട് ഓൾ യുവർ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. എവിടെ നിന്നായിരുന്നു വന്നത്? ഓക്കെ, യാ, ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്?
ഇതിനകത്ത് പല പ്രശ്നം ഇപ്പോൾ ചോദിച്ചത് കറക്റ്റാണ്. പലരും വന്നിട്ടുണ്ട് ഇതുപോലെ സമസ്ത നായർ സംഘടന അല്ലെങ്കിൽ പല സംഘടനകളുമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എവിടെയാണ് പ്രശ്നം വരുന്നത്, എന്തുകൊണ്ടത് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നത്, വെൻ ദ കറപ്ഷൻ ഓവർ റൂൾസ് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യം ഇവിടെയും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? NSSൻ്റെ ഇപ്പം മേലധികാരിയായിട്ടിരിക്കുന്ന ആളുടെ സ്വാർത്ഥ താല്പര്യത്തിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു പല സംഘടനകളും ഇതിനെതിരായിട്ട് വന്നിട്ട് പിന്നീട് ആ നിൽക്കുന്ന ആളുകളുടെ സ്വാർത്ഥ താല്പര്യം, അവർക്ക് എങ്ങനെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്ന് നോക്കിക്കൊണ്ട് വരുന്ന ഒരു സ്വാർത്ഥ താല്പര്യത്തിലാണ് ഇതെല്ലാം ഛിന്ന ഭിന്നമായിട്ട് പോയിരിക്കുന്നത്. ഞാനും ഇതിനകത്തൊരു ഭാഗമായിരുന്നു. നിലമ്പൂർ മഞ്ചേരി പിള്ളച്ചേട്ടൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനത്തിൽ 6000 ചിലനം ആളുകളെ സംഘടിപ്പിച്ച് ഞങ്ങൾ എറണാകുളത്ത് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അത്രയും ആത്മാർത്ഥമായിട്ട് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് എല്ലാം നടന്ന് അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പ്രശ്നമുണ്ടാക്കി, അതും ഛിന്നഭിന്നമായി പോയി. സോ ഇവിടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്, ഞാൻ പോലും പറഞ്ഞു എനിക്കൊരു അധികാരമോ അല്ലെങ്കിൽ എനിക്ക് ഒരു വിധത്തിലുള്ള പവർ എൻ്റെ തന്നെ, ഞാൻ മുന്നിൽ നിൽക്കാൻ നിങ്ങൾക്ക് എന്ത് രീതിയിലും വേണമെങ്കിലും. ഇവിടെ സ്വാർത്ഥതയില്ലാത്ത ആളുകളെ മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതിപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം, ആ ചോദ്യം ഇവർക്ക് എല്ലാവർക്കുമുള്ളൊരു ചോദ്യമാണത്. അതെന്തുകൊണ്ടത് ഛിന്നഭിന്നമായി പോയെന്നുള്ളതിൻ്റെ കാരണം ഇതായിരുന്നു, സ്വാർത്ഥ താല്പര്യങ്ങളായിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഇൻഡിവിജ്വൽസിൻ്റെ അധികാരമോഹം. ഇവിടെയും ഇപ്പോൾ അതാണ് നടക്കുന്നത്. ആ അധികാരമോഹിയെ എങ്ങനെയെങ്കിലും താഴ്ത്തിറക്കിയിട്ട് വേണമെങ്കിൽ സമുദായത്തിന് ഒന്നിച്ചു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് വേണ്ടത്. ആൻഡ് ഐ എക്സ്പെക്റ്റ് മുന്നിൽ നിന്നുകൊണ്ട് അത് ലീഡ് ചെയ്യാൻ സാധിക്കും. ആ സ്വാർത്ഥതയില്ലാതെ, കാരണം എനിക്കൊരു പൊസിഷൻ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ തന്നെ കഴിഞ്ഞു. ബാക്കിയുള്ളവരെ കൊണ്ട് നടത്തുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മനസ്ഥിതിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ സാധിക്കും. ഒറ്റ ഉത്തരമേ വേണ്ടൂ, ഈ ബൈലോ എന്താണ്, അതിൻ്റെ കേസ് എന്തുകൊണ്ട്, ആ ബൈലോ മാത്രം പുറത്തോട്ട് വരുത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംരംഭം. ഈ ബൈലോ 190 പ്രാവശ്യം ഈ കേസ് മാറ്റിവെക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുന്നതെല്ലാം തെറ്റാണെന്നുള്ളതും ഇവരെല്ലാം നിയമത്തിനെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ള പേടി കൊണ്ട് മാത്രമാണ്. ആ പേടിയെ മാറ്റണമെങ്കിൽ അതിനാണ് നമുക്ക് വേണ്ടത്. നല്ലൊരു ലോയർ കമ്മ്യൂണിറ്റി ഹാസ് ടു ബി ദാറ്റ് വി വിൽ ഡു ഇറ്റ്. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് വെൻ യു സ്റ്റാർട്ട് സംതിങ് ഡെഫിനറ്റ്ലി ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. അതുണ്ടായിരിക്കും. ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ളതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു രാഷ്ട്രീയം എന്നുള്ളതിലാണ്. പക്ഷെ അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല അതിനകത്ത്. ഞാൻ വെറും ഒരു നായരായി വന്നിരിക്കുന്നതാണ്. കാരണം എൻ്റെ സ്ഥലത്ത്, കൂറ്റനാട് എന്ന സ്ഥലത്ത് ഞാനെല്ലാം ആരാധിച്ചിരുന്ന ഗംഗാരം വൈദ്യർ അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത് വിട്ടുള്ള 40 ഏക്കർ സ്ഥലം ഞങ്ങളെല്ലാവരും കൂടെ, എൻ്റെ അച്ഛനും അതിനകത്ത് 40 രൂപ മറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിച്ച് 40 ഏക്കർ സ്ഥലം 1973 വാങ്ങിച്ചിട്ട് കോളേജിന് വേണ്ടിയിട്ടായിരുന്നു ആ തൃത്താല സൈഡിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തത്. അതിനെയാണ് ഇദ്ദേഹം കഴിഞ്ഞൊരു 15 വർഷം മുന്നേ 10 ഏക്കർ ഒരു കോറിക്കാർക്ക് വിറ്റ് കൊടുത്തത്. അതിൻ്റെ പേരിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് പിന്നെ ഗംഗാരം വൈദ്യരെ കണ്ടതും. ഗംഗാരേട്ടൻ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണ്ണ് നിറഞ്ഞൊന്നും എൻ്റെ മനസ്സിനകത്ത് നിൽക്കുന്നുണ്ട്. അവിടെ അന്ന് ഞാൻ BJP-കാരനും അല്ല കോൺഗ്രസ്സുകാരനും ഒരു രാഷ്ട്രീയവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അന്നും ഞാൻ ഈ NSSന് അഗൻസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗംഗാരം വൈദ്യൻ എന്ന് പറയുന്ന 80 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നത് എന്താണെന്നറിയോ? രവി, ഞാനവിടെ പെരുന്നേൽ പോയിട്ട് നമ്മുടെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു എന്നുള്ള അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറയാണ്, താൻ ആദ്യം എന്നോട് പറഞ്ഞു, താനെന്ന് പറഞ്ഞു. അദ്ദേഹത്തെക്കാൾ എനിക്ക് വയസ്സ് കൂടുതലുണ്ട്. എന്നോട് പറഞ്ഞു, താൻ ആദ്യം പോയി ഹൈക്കോടതി കൊടുത്തിട്ടുള്ള കേസ് വിഡ്രോ ചെയ്യുക ആ കോറിക്ക് അഗൻസ്റ്റുള്ളത്, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്രയധികം ഇൻസൾട്ടുകൾ സഹിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ ഒരു വിധത്തിലുള്ള അജണ്ടയും ഇതിനകത്ത് ഞാൻ കയറ്റുന്നില്ല. ഞാനും ഇപ്പോൾ ഇലക്ഷൻ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വിധത്തിലും NSSൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് വോട്ട് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ജാതി മത ഭേദമില്ലാതെ ഞാൻ വോട്ട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ 10,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ ഒരു വിധത്തിൽ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അവിടെ. അപ്പോൾ ഇവിടെയും രാഷ്ട്രീയമില്ല ഇതിനകത്ത്. ഇതെൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിപ്പാണ്. അതിനകത്ത് ഞാൻ സമുദായത്തിന് വേണ്ടി സംസാരിക്കും. അവിടെ ഞാൻ രാഷ്ട്രീയം കൊണ്ടുവരില്ല, അതൊരു ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.